ഒരു മേയറും അദ്ദേഹത്തിൻ്റെ 3 പെൺകുട്ടികളുടെയും കഥ പറയുന്ന ടർക്കിഷ് ചിത്രമായ സോർ ആപ്പിൾ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സ്ട്രിക്റ്റായ ഒരു മേയറും അദ്ദേഹത്തിൻ്റെ 3 പെൺകുട്ടികളുടെയും ജീവിതമാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. ആ 3 സുന്ദരികളായ പെൺകുട്ടികളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രണയങ്ങളും എന്നാൽ ആ പ്രണയമെല്ലാം വിജയത്തിൽ എത്തിച്ചേരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. ടർക്കിഷ് ചിത്രങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം. വളരെ മനോഹരമായിട്ടുള്ള സിനിമാറ്റോഗ്രഫി ആയിരിക്കും, അല്ലെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഫ്രെയിമുകളാണ് നമുക്ക് ടർക്കിഷ് ചിത്രങ്ങളിൽ കാണാനായിട്ട് സാധിക്കുക. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴും ആ ഒരു മേയറുടെ ആപ്പിൾ തോട്ടവും അതുപോലെ തന്നെ അവർ യാത്ര പോകുന്ന മലകളും ബാക്കി ഗ്രാമപ്രദേശങ്ങളും എല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് എന്ന് പറയാം. സിനിമയുടെ കഥയ്ക്കൊപ്പം ആ ഒരു വിഷ്വലും നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകും. അതോടൊപ്പം ഈ 3 സുന്ദരികളായ പെൺകുട്ടികളുടെ പ്രണയവും ഇവരുടെ മാത്രം പ്രണയമല്ല, കുറച്ച് പേരുടെ കൂടെയൊക്കെ പ്രണയമുണ്ട്. അതൊക്കെ നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം. അവയൊക്കെ തന്നെ എങ്ങനെ ഇവരുടെ ജീവിതത്തെ ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. ആദ്യം തൊട്ട് അവസാനം വരെ നല്ല ഫീലോടെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു മനോഹരമായ ചിത്രം തന്നെയാണ് സോർ ആപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഒരു പക്ഷേ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞതായിരിക്കാം. കണ്ടു കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. അത് കാണാൻ പോകുന്നവർക്ക് ഒരു ഉപകാരപ്രദമാവുമല്ലോ. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കൂടുതലൊന്നും ആലോചിക്കാണ്ട് ഒരു ഫീൽ ഗുഡ് സിനിമ തിരയുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. ചില ത്യാഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുന്നു എന്നതൊക്കെ ചിത്രം പറഞ്ഞു പോകുന്നുണ്ട്. അതോടൊപ്പം മേയറുടെ മക്കളായ സുന്ദരികളായ 3 പെൺകുട്ടികളുടെ പ്രണയത്തിനൊപ്പം നമ്മളും ഇങ്ങനെ ഒഴുകി പോകും. അതൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നതും. അതൊക്കെ തന്നെയാണ് നമ്മളെ സിനിമ ഓരോ നിമിഷവും കാണാനായിട്ട് പ്രേരിപ്പിക്കുന്നതും എന്നുകൂടി പറയാം. അപ്പോൾ നല്ലൊരു ഫീൽ ഗുഡ് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, കുറച്ച് സമയം നല്ലൊരു സിനിമ കാണണം അങ്ങനെയൊക്കെ ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാവുന്ന ചിത്രം തന്നെയാണ് ഈ ഒരു സിനിമ. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താനും കൂടി ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല സിനിമകളുടെ ഡെയിലി സജഷനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്യുമല്ലോ. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.